ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ബഹുനില മന്ദിരം ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഏറ്റവും മഹത്തായ ഒരു ആതുര സേവന രംഗത്തെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുകയും നല്ല രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് LDF സർക്കാർ ചേർത്തല ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിനെ ഇത്തരത്തിൽ നല്ല രീതിയിൽ 84.98 കോടി രൂപ ചെലവാക്കി ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ആദ്യ പടിയാണ് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി നടക്കുന്നത്. ഒട്ടനവധിയായ വികസന പ്രവർത്തനത്തിനോടൊപ്പം ചേർത്തല നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ചേർത്തല നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ നവീകരണം ചേർത്തല നിവാസികൾക്ക് ചേർത്തലയുടെ ഇതര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് എല്ലാം നല്ല രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ആയിരക്കണക്കിന് രോഗികളാണ് ഇപ്പോഴും ചേർത്തല ഹോസ്പിറ്റലിൽ ഒരു ദിവസം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം മികച്ച രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നല്ല രീതിയിൽ ഈ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. വരും നാളുകളിൽ ചേർത്തലയിൽ തന്നെ മികച്ച രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടിയായി ഇതിനെ കണക്കാക്കണം. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ബഹുനില മന്ദിരം ചൊവ്വാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. 270 കിടക്കകളും അത്യാധുനിക സംവിധാനങ്ങളുമാണ് സജ്ജമാക്കുന്നത്. ചടങ്ങിൽ ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് അധ്യക്ഷനാവും. മുനിസിപ്പൽ ചെയർമാൻ S. സോബിൻ സ്വാഗതം പറയും. ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. KC വേണുഗോപാൽ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ S. സനീഷ്, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ്, കേരള സിറാമിക്സ് ചെയർമാൻ VT ജോസഫ്, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അദീന രാജു, ബീന അജി, ടോമി എബ്രഹാം, ധന്യ ജയദേവൻ, കൗൺസിലർ D. ജ്യോതിഷ്, ഹെൽത്ത് സർവീസ് ഡയറക്ടർ ഡോക്ടർ കോശി C. പണിക്കർ, ചേർത്തല മുനിസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുജിത്ത്, RMO ഡോക്ടർ A. അജുമൽ, മുൻ MP അഡ്വക്കേറ്റ് M. ആരിഫ്, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ തുടങ്ങിയവർ സംസാരിക്കും. സൂപ്രണ്ട് ഡോക്ടർ SR അമിന നന്ദി പറയും. കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 72 കോടി രൂപയോളം മുടക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 6 നിലകളിലായി 270 കിടക്കകൾ, 30 ICU കിടക്കകൾ, 4 ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയാണ് പുതിയ കെട്ടിടത്തിലെ സജ്ജീകരണങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ്, ഡ്രെയിനേജ് സംവിധാനം, ആധുനിക സൗകര്യത്തോടെയുള്ള മോർച്ചറി തുടങ്ങിയവ കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികളും ആശുപത്രിയിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ വാങ്ങുന്നതിനുള്ള നടപടികളും പൂർത്തിയായതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. ചെയർപേഴ്സൺ S. സോബിൻ, വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ S. സനീഷ്, കൗൺസിലർ D. ജ്യോതിഷ്, സെക്രട്ടറി TK സുജിത്ത്, സൂപ്രണ്ട് ഡോക്ടർ SR അമിന, RMO ഡോക്ടർ A. അജുമൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.